ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും ഈദ് മുബാറക്ക് കേട്ടോ. നമ്മുടെ അടുത്ത ആൾ പെരുന്നാളിൻ്റെ 2-3 ദിവസത്തെ കഷ്ടപ്പാടും കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുന്നേ കാണുന്നിട്ടോ. നമ്മളിവിടെ പെരുന്നാൾ എങ്ങനെയാണ്, കുറേ സമയം ഉറങ്ങിയിട്ടില്ലെങ്കിൽ അത്രയും കഷ്ടപ്പാടാണ് പെരുന്നാളിൻ്റെ തലേന്ന് 2-3 ദിവസം പണി. അത് കഴിഞ്ഞ് വന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് പണിയെല്ലാം എടുത്തിട്ട് ഉറങ്ങി കേട്ടോ. അതിൻ്റെ ഇടയിൽ മക്കൾ അവിടെ നിന്ന് TV എല്ലാം കണ്ട് കളിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മട്ടൻ ബിരിയാണിയും കുറച്ച് പായസവും കുറച്ച് ബീഫ് വരട്ടിയതെല്ലാം ആക്കി. പിന്നെന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? മക്കൾ ഡ്രസ്സെല്ലാം മാറിയിട്ട് ഇങ്ങനെ അവർക്ക് ഉപ്പാപ്പ കൊടുത്ത പൈസ അവർ പിഗ്ഗി ബാങ്കിൽ കൊണ്ടിടുന്നുണ്ട്. റാമിൻ്റെ ബോക്സ് അത്. ഡ്രസ്സെല്ലാം മാറിയിട്ട് ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്നുണ്ട്. മടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാം അയച്ചിട്ട് വീണ്ടും കളറിങ് എല്ലാം ചെയ്തിരിക്കുന്നു. TV കാണുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഞാനിതാ നിസ്കരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളെ പെരുന്നാൾ അങ്ങനെയാണ്. പിന്നെ ഇവിടെ ചൂട് കൊണ്ടാണെങ്കിൽ ഒരു മനുഷ്യന് പുറത്തിറങ്ങാനും കഴിയില്ല. അത് വേറെ കഥ. എല്ലായിടത്തെ പെരുന്നാളും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ കേട്ടോ. നമ്മളിങ്ങനെയാണ് എല്ലാ ദിവസവും വീട്ടിലായിട്ട് ഒരു വൈകുന്നേരം നിൽക്കും എടപ്പൊന്ന് മഗ്‌രിബെല്ലാം ഒന്ന് പുറത്തിറങ്ങും. അങ്ങനെതാ മഗ്‌രിബായി പുറത്തിറങ്ങാനായി കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ ആമിൻ്റെ ഫ്രണ്ട്സ് മേലേന്ന് കളിക്കാൻ വരാം. അവർക്ക് ബോറടിക്കുന്നല്ലോ. ആമി മാളിലെല്ലാം പോയിട്ട് വന്നിട്ട് വരാമെന്നും പറഞ്ഞ് നമ്മൾ വിട്ടു കേട്ടോ. വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് പെരുന്നാൾ എന്നും പറഞ്ഞിട്ട് രാവിലെ തുടങ്ങി പുറത്തു പോവാം. അങ്ങനെ രാത്രി മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇറങ്ങിയ പാവം അവർ ഒന്ന് സന്തോഷിക്കട്ടെ. ഞാനിങ്ങനെ പുറത്ത് പോകുമ്പോൾ കാണുന്ന വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളിങ്ങനെ ക്യാമറയിൽ എടുക്കുന്നതാണ് കേട്ടോ. നല്ല നല്ല വ്യൂ. പിന്നെന്താ വിശേഷം? അങ്ങനെ നമ്മൾ മാൾ ഓഫ് ഒമാനിൽ എത്തി കേട്ടോ. പാർക്കിങ്ങിന് വേണ്ടി തന്നെ ഒരുപാട് സമയം കറങ്ങേണ്ടി വന്നു. ചൂട് കൊണ്ടാണെങ്കിൽ അണ്ടർഗ്രൗണ്ടിലൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കുറേ സമയം കറങ്ങിയതിന് ശേഷം ഇതാ B30 പാർക്കിങ് കിട്ടി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മാളിലേക്ക് കയറുന്ന അത്രയും സമയമില്ലേ. സത്യം പറഞ്ഞാൽ ആ കാറെല്ലാം കഴുകിയിട്ട് അവിടെ നിൽക്കുന്ന കാറ് തുടച്ചിട്ടില്ല. അവിടെ പണിയെടുക്കുന്നവരെല്ലാം എൻ്റെ പഠിച്ചോനെ എങ്ങനെയെന്ന് നമുക്ക് പറ്റുന്നില്ല ചിന്തിക്കാൻ പോലും. പാവങ്ങൾ അപ്പം നമ്മളെല്ലാം സ്വർഗത്തിലാന്നിരിക്കുന്നത്. അത്രയും കഷ്ടപ്പാട്. അത്രയും നടന്നിരുന്ന ചൂട് സഹിക്കാൻ കഴിയിട്ട് അങ്ങനെ ചിന്തിച്ചത്. അവരെല്ലാം ജോലി പാവം. മാളിൽ കയറി ഉടനെ ഞാൻ വിചാരിച്ചു എനിക്ക് തണുത്ത വെള്ളം അല്ലെങ്കിൽ ജ്യൂസോ എന്തെങ്കിലും കുടിക്കാണ്ട് എനിക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയില്ലെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് നമ്മളൊരു ബ്ലൂബെറി സോഡയും സ്ട്രോബെറി സോഡയെല്ലാം വാങ്ങിയിട്ട് കഴിച്ച് കുറച്ച് തണുത്ത വെള്ളമെല്ലാം കുടിച്ച് കുറച്ച് സമയം ഇരുന്നിട്ടാണ്. പിന്നെ ഇവരെ കളീൻ്റെ ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സൗണ്ടും ബഹളവും മൊത്തത്തിലൊരിതായിരിക്കും. എന്തായാലും മിക്കവും അമ്മി നന്നായിട്ട് എൻജോയ് ചെയ്തു അൽഹംദുലില്ലാ. കുറേ സമയം അവരെയും കൊണ്ട് അതിനകത്ത് ശരിക്കും ഈ കടലിൻ്റെ കരക്കെല്ലാം പോയുള്ള തിരൻ്റെ സൗണ്ടല്ലേ അതുപോലെയാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. എൻ്റെ പഠിച്ചാൽ ശരിക്കും മൈഗ്രെയിൻ ഉള്ള ആളെല്ലാം പോയി കഴിഞ്ഞാൽ പെട്ടു. ഞാൻ കുറേ സമയം അതിൽ നിന്ന് കുറച്ച് സമയം പുറത്ത് നിന്ന് അങ്ങനെ ഞാൻ അവിടെ സമയമാക്കി. പറ്റൂല കുറേ സമയം നിൽക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഓരോ കളിക്കുന്നതിൽ കാർഡിങ്ങനെ ഇട്ടിട്ട് ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിലല്ലേ എത്രയും പൈസ പോകും തിരിയില്ല. അങ്ങനെ പൈസ ഓരോന്നിൽ. പിന്നെ ഒരു പിസ്സക്ക് ഓർഡർ ചെയ്തിട്ട്
എന്തോതിൻ്റെ ടോക്കണാണ്. അത് ഓർഡർ ചെയ്ത് ആയിക്കഴിഞ്ഞാൽ ടേബിളിൽ ജോന് അനാറടി. അപ്പം നമ്മളത് പോയിട്ട് പൗഡറിന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ അങ്ങനെ പോയി നല്ല ടേസ്റ്റ് ഫില്ല. അതും കഴിച്ച് മക്കളിൽ നന്നായി ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപാടേ വന്ന് കിടന്നുറങ്ങിയേട്ടാ.